എല്ലാവർക്കും നമസ്കാരം. ശ്രീ ബി കെ ഹരിനാരായണൻ്റെ കുന്നംകുളം താജ്മഹൽ എന്ന പുസ്തകവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ് ഈ സെഷൻ. ഈ സെഷൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഈ പുസ്തകം ഇറങ്ങിയിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഈ പുസ്തകത്തിൻ്റെ 3-ാം പതിപ്പ് പിന്നിട്ടിട്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ ഒരു യാത്രയിൽ ഉടനീളം കൂടെ ഉണ്ടായിരുന്ന ആളാണ് ഞാൻ. ഒരിക്കൽ ഒരു സംഭാഷണത്തിനിടയിൽ പറഞ്ഞ ഒരു കഥ, ആ കഥ ഒരു കവിതയാക്കി ആദ്യം എഴുതുന്നു, ചെറിയൊരു കവിതയാക്കി എഴുതുന്നു, പിന്നീട് കഥയാക്കി കൂടെ എന്നുള്ള അന്വേഷണം വരുന്നു. തുടർന്നാണ് അത് 200 പേജുള്ള ഒരു പാട്ട് നോവലായിട്ട് തീരുന്നത്. ഇപ്പോൾ ഈ പുസ്തകത്തിൻ്റെ യാത്രയിൽ ഹരിക്കുണ്ടായിട്ടുള്ള ആശങ്കകൾ, സംഘർഷങ്ങൾ, ഇത് ആളുകൾ എങ്ങനെ സ്വീകരിക്കും എന്നുള്ളതാണ്. അപ്പോൾ 1-2 പേരോട് വായിച്ച് നോക്കാം, അവർക്ക് വായിക്കാൻ കൊടുത്ത് അവരുടെ അഭിപ്രായം കൂടി അറിയാം എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം വായിച്ചിട്ടുള്ള ഒരാളാണ് എൻ്റെ സഹപ്രവർത്തകൻ കൂടിയായിട്ടുള്ള സമീർ മേച്ചേരി. അപ്പോൾ സമീർ വായിച്ച് വളരെ സന്തോഷത്തോടു കൂടി ഈ ഒരു പുസ്തകത്തിൻ്റെ ഒരു ആദ്യ വായനക്കാരിൽ ഒരാൾ സമീറാണ്. അപ്പോൾ വായിച്ച ആളുകളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട് ഈ ഒരു പാട്ടു നോവൽ എന്നൊരു സങ്കല്പം തന്നെ മലയാളത്തിൽ ഇതിനു മുൻപ് ഇത്രയ്ക്കും ഒരു നോവലിൻ്റെ ഘടനയിൽ കഥാത്മക കാവ്യങ്ങളൊക്കെ നമുക്കുണ്ടായിട്ടുണ്ട്, ധാരാളം ഉണ്ടായിട്ടുണ്ട്. സരോജിനിയുടെ കടുങ്കൈ പോലെയുള്ള പുസ്തകങ്ങൾ മുൻപുണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു അവതരിപ്പിക്കുന്നത് തന്നെ ഇത് ഈ ഒരു സെഷനിലിരിക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും വലിയ ആശങ്ക, ഹരി എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഒരിക്കലും ഇതിനെ പാട്ട്, കവിത എന്ന് വിശേഷിപ്പിക്കരുത് എന്നാണ്. ഇപ്പം ഈ മലയാള സാഹിത്യത്തിൻ്റെ തുടക്കം തന്നെ പാട്ടിലാണ്. നമുക്ക് എവർക്കും അറിയാം, 11-ാം നൂറ്റാണ്ടിലോ 12-ാം നൂറ്റാണ്ടിലോ ഇറങ്ങിയിട്ടുള്ള രാമചരിതം എന്ന പാട്ടിലൂടെയാണ് നമ്മുടെ സാഹിത്യം പിറന്നിട്ടുള്ളത്. പദ്യ സാഹിത്യം അല്ലെങ്കിൽ ഗദ്യവും പദ്യവും ആയിട്ടുള്ള കൃതികളിൽ വെച്ചിട്ട് ആദ്യം പുറത്തിറങ്ങിയിട്ടുള്ള കൃതി രാമചരിതമാണ്. അതൊരു പാട്ടാണ്. ആ പാട്ടിൽ രാമചരിതകാരൻ പറയുന്നുണ്ട്, ഊഴിയിൽ ചെറിയവർക്കറിയുമാറുര ചെയ്വേ എന്ന് പറയുന്നുണ്ട്. ഭൂമിയിലെ ചെറിയവർ എന്ന് പറയുന്നത് അന്നത്തെ അക്ഷരാഭ്യാസമില്ലാത്ത സാധാരണക്കാരായിട്ടുള്ള ഈ സംസ്കൃതം അറിയാത്ത മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാട്ട് എഴുതുന്നത് എന്ന് പറഞ്ഞു. പക്ഷെ അന്നത്തെ ഭാഷ നമുക്ക് ഇന്ന് കേൾക്കുന്ന സമയത്ത് വിചിത്രമായിട്ട് തോന്നും. കാനനങ്ങളിൽ അരൻ കളിറുമായി കരിണിയായി കർന്നെടും കണ്ണുമൈ തമ്മിൽ വിളയാടി നടന്നன்று ആനനം വടിവുൾ ആനവടിവായി അവതരിത്താതിയെ നല്ല വിനായകൻ എന്മൊരമലനെ നാനിതൊன்று തുനിയിன்றതിനൻ മനതമെன்றுം നളതാർ തന്നിൽ നിരന്തരമിരുന്ന് അരുൾ തെറിந்து ഊനമറ്ററിവെനക്കു വന്നുദിക്കും വണ്ണമേ ഊഴിയേഴിലും നിറൈന്ത മറൈ ജ്ഞാന പൊരുളേ എന്നാണ് രാമചരിതത്തിലെ ആദ്യത്തെ പാട്ട്. പിന്നീട് കൃഷ്ണപ്പാട്ട് എന്ന പേരിലും കൂടി പ്രസിദ്ധമായിട്ടുള്ള കൃഷ്ണഗാഥ വരുന്നുണ്ട്. അതിന് തൊട്ട് മുൻപ് കണ്ണശരാമായണം വരുന്നുണ്ട്, തിരുനുഴൽമാല വരുന്നുണ്ട്, എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ട് പ്രസ്ഥാനം വരുന്നുണ്ട്, അപ്പുറത്ത് തുള്ളൽപ്പാട്ട് വരുന്നുണ്ട്. പക്ഷേ 21-ാം നൂറ്റാണ്ടിൽ 2026 ഈ പുസ്തകം പുറത്തിറങ്ങുന്ന സമയത്ത് പാട്ട് നോവൽ എന്ന് തന്നെ ഇതിന് പേര് നൽകാനായിട്ടുള്ള ഒരു കാരണം, ഇതെന്തുകൊണ്ടാണ് പാട്ട് എന്ന ഒരു ഗണത്തിൽ പെടുത്താനായിട്ടുള്ള ബുദ്ധിമുട്ട് എന്താണ് എന്ന കൗതുകകരമായിട്ടുള്ളൊരു ചോദ്യം എൻ്റെ ഉള്ളിലുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ കൂടെയുള്ള നിഷാദിനെ പരിചയപ്പെടുത്തുകയാണ്. ഞാൻ ആദ്യം തന്നെ 2 വരി കവിത ചൊല്ലിയതാണ്, കാരണം ഇനി എനിക്ക് ഈ സ്റ്റേജിൽ റോളില്ല എന്ന് എനിക്കറിയാം. അതിമനോഹരമായിട്ട് പാടുന്ന ഈ കുന്നംകുളം താജ്മഹലിൻ്റെ പല ഭാഗങ്ങളും നിഷാദ് സുന്ദരമായിട്ട് ഈ ചൊല്ലുണ്ടായി. അപ്പോൾ നിഷാദ് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും പാടിയാലും അത് അപ്രസക്തമാവും എന്നറിഞ്ഞുകൊണ്ട് തന്നെ നിഷാദ് ഈ പാട്ട് നോവലിൻ്റെ ഒരു തുടക്കത്തിലെ ആ പാട്ട് പാടിക്കൊണ്ട് നമുക്ക് ഈ സെഷൻ ആരംഭിക്കാം എന്ന് തോന്നുന്നു. വളരെ സ്നേഹം, നന്ദി ഹരി ടീച്ചറെ. ഇതിലെ ഒരു ക്യാരക്ടർ പ്ലംബർ രാധ എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. അപ്പം ഇത് തുടങ്ങുന്നത് തന്നെ പ്ലംബർ രാധേട്ടൻ എന്നുള്ള ഇത് വെച്ചിട്ടാണ്. അപ്പോൾ അതിൽ തുടങ്ങാം നമുക്ക്. ആദ്യം വളരെ രസകരമായി തോന്നുന്ന ഒരു
സെഷനായിട്ട് തോന്നും, നമ്മൾക്ക് ഒരു കോമഡി ആണോ എന്ന് തോന്നും. പക്ഷെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രണയത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു മനോഹരമായ കഥയാണത്. പാട്ട് നോവൽ. പ്ലംബരാധേട്ടനെ കാൺമാനില്ല, കേട്ടവർ കാര്യം തിരക്കിയോടി. പ്ലംബരാധേട്ടനെ കാൺമാനില്ല, കേട്ടവർ കാര്യം തിരക്കിയോടി. മുക്കി മൂളിക്കര എന്ന നാടിൻ മുക്കിലും മൂലയിലും വാർത്തയെത്തി. മുക്കി മൂളിക്കര എന്ന നാടിൻ മുക്കിലും മൂലയിലും വാർത്തയെത്തി. സീനിയർ സിറ്റിസണായതിൻ്റെ ട്രീറ്റു നാട്ടാർക്കൊക്കെ നൽകിയത്രേ. സീനിയർ സിറ്റിസണായതിൻ്റെ ട്രീറ്റു നാട്ടാർക്കൊക്കെ നൽകിയത്രേ. ഇന്നലെ രാത്രി അതു കഴിഞ്ഞ് ഇന്നു പുലർച്ചയ്ക്കു പോയതാത്രേ. ഇന്നലെ രാത്രി അതു കഴിഞ്ഞ് ഇന്നു പുലർച്ചയ്ക്കു പോയതാത്രേ. വീട്ടുകാരൊന്നും അറിഞ്ഞിട്ടില്ല, ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. വീട്ടുകാരൊന്നും അറിഞ്ഞിട്ടില്ല, ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. ഇത് വളരെ സ്നേഹം. ഹരി എന്നെ സംബന്ധിച്ച് വളരെ മനോഹരമായ പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ടെങ്കിൽ പോലും എന്നെ ഇപ്പോൾ വളരെ വിസ്മയിപ്പിക്കുന്ന രീതിയിൽ പാട്ടുകൾ അതിവേഗത്തിൽ എഴുതുന്ന ഒരു പാട്ടെഴുത്തുകാരനാണ് ഹരി. അപ്പോൾ ഈ നോവൽ വായിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഹരിയോട് പറഞ്ഞു, എനിക്ക് ഒന്ന് കെട്ടിപ്പിടിക്കണം. കാരണം ഇത് മുഴുവനും ഒരു താളത്തിലാണ് എഴുതിയിട്ടുള്ളത്, ഒരു കൃത്യ താളത്തിൽ മുഴുവൻ കഥയും എഴുതിയിട്ടുണ്ട്. ഹരി പറയാ ബാക്കി. ഇപ്പം നേരത്തെ ചോദ്യം ആവർത്തിക്കുകയാണ്, ഇത് എന്തുകൊണ്ടാണ് ഇപ്പം ഹരി പാട്ടെഴുത്തുകാരനാണ്, കവിത എഴുതുന്ന ആളാണ്, ഒരു വൈവിധ്യാത്മകത ഹരിയുടെ ഒരു എഴുത്ത് ജീവിതത്തിലുണ്ട്. സ്പോർട്സ് ലേഖനങ്ങളും കുറിപ്പുകളും ഫുട്ബോളിനെ കുറിച്ചിട്ടുള്ള പുസ്തകങ്ങളും ഒക്കെ എഴുതിയിട്ടുള്ള ഒരാളാണ്. ഏറ്റവും അടുത്ത് പുറത്തിറങ്ങിയിട്ടുള്ള ശിവം ശുഭം എന്ന പുസ്തകം സുബ്ബലക്ഷ്മിയെക്കുറിച്ചുള്ള ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ജീവചരിത്ര പുസ്തകം. അത് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു പുസ്തകമാണ്. അടുത്താണ് അത് പ്രകാശനം കഴിഞ്ഞത്. അപ്പോൾ ഈ ഒരു വൈവിധ്യാത്മകത ഹരിയുടെ എഴുത്തിലുടനീളമുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു വൈവിധ്യാത്മകത സൂക്ഷിക്കാൻ വേണ്ടി തന്നെയാണോ മനഃപൂർവ്വം പാട്ട് നോവൽ എന്നൊരു പുതിയ സാഹിത്യ രൂപം തൻ്റെ പേരിൽ മലയാള സാഹിത്യത്തിൽ അടയാളപ്പെടുത്തണം എന്ന ഒരു സ്വാർത്ഥ മോഹം ഇതിൻ്റെ പിന്നിലുണ്ടോ എന്ന് ചോദിക്കുകയാണ്. നമസ്കാരം. ഈ KLF-ൻ്റെ വേദിയിൽ ആദ്യമായിട്ടാണ് സദസ്സിൽ ഇതുവരെ ഇരുന്നിട്ടുള്ളൂ. ഇവിടെ ഈ വേദിയിൽ ഇരിക്കുമ്പോൾ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ തൊട്ടു മുമ്പിൽ നമുക്കൊക്കെ ഒരുപാട് ആരാധനയുള്ള ആർട്ടിസ്റ്റ് മദനേട്ടനുണ്ട് എന്നുള്ളതാണ്. കാരണം ഞാൻ ഓരോ അധ്യായത്തിൽ ഓരോ ചിത്രം എന്നാണ് പറഞ്ഞത്, പക്ഷെ മദനേട്ടൻ ഇതിനു വേണ്ടി വരച്ചത് അത് മുഴുവൻ ഇതിലില്ല. 50 ചിത്രങ്ങളാണ് മദനേട്ടൻ വരച്ചു തന്നത്. വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ആ മദനേട്ടൻ എവിടെ ഇരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഞാൻ ഒന്ന് എയർ പിടിക്കാതെ എയറൊക്കെ വിട്ടിട്ട് സംസാരിക്കുകയാണ്, വേറെ ഒന്നുമല്ല. ടീച്ചർ ഇപ്പോൾ എന്നോട് ചോദിച്ചത് ഈ രാമചരിതമൊക്കെ ഒരു പക്ഷേ ഇത് എഴുതുന്ന സമയത്ത് ടീച്ചർ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ പുസ്തകമൊന്നും എഴുതില്ലായിരുന്നു. എനിക്ക് കേട്ട് തന്നെ പേടിയാവുന്നുണ്ട്. അങ്ങനെയുള്ളൊരു ഇതൊന്നുമല്ല. ഞാൻ ഇപ്പോൾ നമ്മൾ സത്യമാണ്, ഇവിടെ പാട്ടിൽ കഥ പറയുന്ന കിളിപ്പാട്ടാണെങ്കിലും പടപ്പാട്ട് എഴുതിയ മോയിൻകുട്ടി വൈദ്യരാണെങ്കിലും അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. ഞാൻ കുന്നംകുളത്ത് നിന്നാണ് വരുന്നത്. കുന്നംകുളത്ത് പാട്ട് എഴുതുന്ന റഫീഖ് അഹമ്മദിനെ പോലെയും തൊട്ടപ്പുറത്ത് യൂസഫ് അലി കേച്ചേരിയൊക്കെ ഉണ്ടെങ്കിലും അതിനും മുമ്പ് നമുക്കറിയാം സമയമാം രഥത്തിൽ ഞാൻ എഴുതിയ നാഗേൽ സാഹിബിൻ്റെ ശവകുടീരമുള്ളത് കുന്നംകുളത്താണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഒരു പാട്ടിൻ്റെ ചരിത്രമൊന്നും വിചാരിച്ചിട്ടല്ല ഇത് എഴുതിയത്. ഇത് കുന്നംകുളം താജ്മഹൽ എന്ന് പറയുന്നത് ഒരു എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ
സംഭവമാണ്, നടന്നൊരു സംഭവമാണ്. അതൊരു ചെറിയ കവിതയാക്കാൻ നോക്കിയിട്ട് സുഹൃത്തുക്കളൊക്കെ വായിച്ചപ്പോൾ അത് 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 കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു ആ കവിതയായിട്ട്. കുറച്ചും കൂടി വലുതായിട്ടൊരു കഥ എഴുതിക്കൂടെ എന്ന് ചോദിച്ചു. എനിക്ക് കഥ എഴുതാൻ അറിയാത്തത് കൊണ്ട് എൻ്റെ ഒരു രീതി പാട്ടായതുകൊണ്ട് പാട്ടിൽ 2-3 അധ്യായം എഴുതി നോക്കി, പല സുഹൃത്തുക്കളെയും കാണിച്ചു. അത് കുഴപ്പമില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ പാട്ട് ഉണ്ടായത്. പാട്ട് കഥ എന്നൊക്കെ പറഞ്ഞ ഒരു ബലം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ പാട്ട് നോവൽ എന്ന് എഴുതിയതാണ്. ഇത് കുന്നംകുളത്ത് ഒരാൾ എന്നോട് ചോദിച്ചത്, ഇത് എന്തുട്ട് നോവലത്, നിന്നെ കൊട്ടലാമടി എടുത്ത് തല്ലണം എന്നാണ് പറഞ്ഞത്. കൊട്ടലാമടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ഞങ്ങൾക്ക് ഇതുവരെ അറിയില്ല, കുന്നംകുളത്തുകാർ മാത്രം പറയണ ഒരു സാധനമാണ്. അപ്പോൾ അതങ്ങനെ കുറേ കഥാപാത്രങ്ങളും കുറേ ഇതും വന്നപ്പോൾ ഞാനത് നോവലാക്കിയിട്ട് നോവൽ എന്ന പേര് കൊടുത്ത് എഴുതി. പാട്ട് നോവൽ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് എഴുതിയതാണ്. നോവൽ എഴുതുന്നവരൊന്നും ദയവ് ചെയ്ത് കൊട്ടലാമടി എടുത്ത് തല്ലരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. ആളുകൾ വായിച്ചവരൊക്കെ എന്തായാലും നിലവിലെ വായനക്കാരും തല്ലാൻ വന്നിട്ടില്ല. എല്ലാവരും വളരെ ഇഷ്ടത്തോടു കൂടിയിട്ട്. ഇപ്പോൾ പലരും ഈ പുസ്തകം കിട്ടുന്നില്ല. തൃശ്ശൂർ ഞങ്ങൾ ഈ പുസ്തകം ഒരു വായനശാലയ്ക്ക് വേണ്ടിയിട്ട് അന്വേഷിച്ച സമയത്ത് ഈ പുസ്തകം സ്റ്റോക്ക് തീർന്നു എന്ന കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ എല്ലായിടത്തും അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അങ്ങനെയുള്ള ഈ വായനക്കാർ ഒരുപാട് ഇതിനോടകം തന്നെ ഏറ്റെടുത്തിട്ടുള്ളൊരു പുസ്തകം കൂടിയാണ്. ഇതിൽ ഇപ്പം നിങ്ങൾ നിഷാദ് ചൊല്ലിയ സമയത്ത് ഏകദേശം കഥാപാത്രങ്ങളെക്കുറിച്ച് എൻ്റെ ഒരു സൂചന, ഇപ്പം ഇത് രാധാകൃഷ്ണൻ്റെയും ചന്ദ്രികയുടെയും കഥയാണ്. അത് ഒരു പ്രണയ കഥ. താജ്മഹൽ എന്ന് പറയുന്നത് ലോകത്തെല്ലായിടത്തും ഉള്ള ഒരു പ്രണയത്തിൻ്റെ നിത്യസ്മാരകമാണ് താജ്മഹൽ. കുന്നംകുളം എന്നൊരു പ്രാദേശിക ഭൂമികയിലേക്ക് ആ പ്രണയത്തിൻ്റെ ഒരു സ്മാരകത്തെ പറിച്ചു നടുകയാണ്. പ്രണയം എല്ലാ മനുഷ്യരിലും, ഷാജഹാൻ ചക്രവർത്തിയിലായാലും പ്ലംബർ രാധാകൃഷ്ണനിലായാലും പ്രണയത്തിനൊരു സാർവജനീന സ്വഭാവമുണ്ട് എന്ന് കാണിക്കുന്ന പുസ്തകമാണ്. ആ സ്വഭാവത്തെ വളരെ ലളിതമായിട്ട് പ്രണയത്തിൻ്റെ ഉദ്വേഗഭരിതമായിട്ടുള്ള ഒരു നോവൽ, പാട്ടു നോവലാണിത്. ആദ്യാവസാനം ഒരു സസ്പെൻസ് ബാക്കി വെച്ചുകൊണ്ട് നമ്മളെ മുന്നോട്ട് ഒരു ആകാംക്ഷയോട് കൂടിയിട്ട് വായിക്കാൻ പ്രേരിപ്പിക്കുന്ന പല തലങ്ങളും ഈ നോവലിലുണ്ട്. അതിൽ ഒരു ജാതി സമൂഹത്തിൻ്റെ, അല്ലെങ്കിൽ കേരളത്തിൽ പ്രണയത്തിൽ ജാതി കടന്നു വരുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ KC നാരായണനാന്ന് തോന്നുന്നു ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, മലയാള കവിത പൊതു ഇടങ്ങളിലേക്ക് കടന്നിട്ടുള്ളത് NV കൃഷ്ണവാര്യരുടെ കവിതയ്ക്ക് ശേഷമാണ്. അതിനു മുൻപ് കവിത ഈ സവർണതയിൽ അഭിരമിച്ചുകൊണ്ട് ഒരു കാലഘട്ടം മുഴുവൻ അങ്ങനെ കടന്നു പോവുകയായിരുന്നു. മലയാള കവിത പൊതു ഇടത്തിലേക്ക് പ്രവേശിക്കുന്നത് NV കൃഷ്ണവാര്യരുടെ കവിതകളിലൂടെയാണെന്ന് പറയാറുണ്ട്. ഈ കവിതയിലും കുന്നംകുളം താജ്മഹലിലും പൊതു ഇടങ്ങൾ ധാരാളമുണ്ട്. അതിൽ തിയേറ്റർ ഉണ്ട്. കുന്നംകുളം എന്നുള്ള ഒരു പ്രദേശം അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഞാൻ ഒരു 4 വർഷമായിട്ട് കുന്നംകുളത്ത് എന്നെപ്പോൾ ഇവിടെ പരിചയപ്പെടുത്തിയ സമയത്ത് കേരളവർമ്മ കോളേജാണ് എന്ന് പറഞ്ഞെങ്കിലും ഞാനിപ്പോൾ കേരളവർമ്മയിലല്ല, കുന്നംകുളം വിവേകാനന്ദ കോളേജിലാണ്. അതിൻ്റെ ഒരു സമീപ പ്രദേശത്തുള്ള ഒരുപാട് കാര്യങ്ങൾ, അതിൻ്റെ തിയേറ്ററുകൾ, അതുപോലെ ഈ പല ക്ലബ്ബുകൾ, പല കാര്യങ്ങൾ, പൊതു ഇടങ്ങൾ ധാരാളമായിട്ട്, കാവുകൾ, ഭൂപ്രദേശങ്ങൾ, ഇതെല്ലാം കടന്നു വരുന്നുണ്ട് ഈ നോവലിൽ. അപ്പോൾ ഒരു പ്രാദേശിക ചരിത്രം കൂടി ഈ പാട്ട് നോവൽ കൊണ്ടുപോകുന്നുണ്ട് ഇതിലേക്ക്. എന്തുകൊണ്ടാണ് പ്രാദേശികത? അതിനു മുൻപായിട്ട് ആ ഭാഗം നിഷാദ് ചൊല്ലും. ഒരു നമ്മുടെ ചരിത്രം പറയുന്ന പ്രാദേശിക ചരിത്രത്തിൻ്റെ ഒരു ഭാഗം ഉണ്ടല്ലോ. ഈ പ്രണയത്തെ ഏതെങ്കിലും ഒരു ഭാഗം ചൊല്ലിയാൽ മതി. പ്രണയത്തെ പല രൂപകങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രണയത്തിന് ഈ താജ്മഹൽ ഒരു രൂപകം തന്നെയാണല്ലോ പ്രണയത്തിൻ്റെ. ഇതിൽ ഈ പ്രണയത്തെ ഈ വായിച്ച ഒരാൾ എന്നോട് പറഞ്ഞത്, പ്രണയത്തിനെ മുറുക്കാൻ വേണ്ടിയിട്ട് പൈപ്പ് റേഞ്ച് ഉപയോഗിച്ച ഒരാളാണ് രാധാകൃഷ്ണൻ എന്നാണ്. ആ പൈപ്പ് റേഞ്ച് വരുന്ന ഒരു ഭാഗം നമുക്കൊന്ന് വായിക്കാമെന്ന് തോന്നുന്നു. അതിനു മുൻപ് ആ രൂപകങ്ങളെക്കുറിച്ച് ഹരി സംസാരിക്കും. ഇത് ഒരു സുഹൃത്ത് പറഞ്ഞ സംഭവം ആയിരുന്നു. ആ സംഭവത്തിൽ സുഹൃത്ത് എന്നോട് പറഞ്ഞ ഒരു 4 വരി കാര്യങ്ങളിൽ നിന്ന് അതിലെടുത്തിരിക്കുന്നത് ആ കഥാപാത്രവും ആ സംഭവവും പിന്നെ ആ കാലഘട്ടവും പിന്നെ ഈ ജാതിയുടെ പറഞ്ഞ പോലെ 2 ജാതി വിഷയമുണ്ട്. ഇതിൽ
പ്ലംബർ ആയിരുന്നു ആ സുഹൃത്ത് പറഞ്ഞ കഥാപാത്രം. ആ കഥാപാത്രത്തിൻ്റെ പേര് ഞാൻ മാറ്റി പ്ലംബർ രാധാകൃഷ്ണൻ എന്നാക്കി. പിന്നെ രാധാകൃഷ്ണൻ എന്നാക്കുകയും ചന്ദ്രിക എന്ന് നായികയുടെ പേരുമാക്കി. അവരുടെ ഒരു പ്രണയമാണ് ആത്യന്തികമായിട്ട് ഈ കുന്നംകുളം താജ്മഹൽ എന്ന് പറയുന്നത്. അപ്പം അത് മാറ്റിപ്പണിയാനുള്ള ഏറ്റവും 2 പ്രധാന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഭൂമികയ്ക്കൊക്കെ അപ്പുറത്ത് ഈ സുഹൃത്ത് എന്നോട് പറഞ്ഞത്, ഇത് എഴുതുമ്പോൾ എൻ്റെ പേരൊന്നും ഇതിൽ വെക്കരുത് കേട്ടാ എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ഒരിക്കലും ആ സുഹൃത്തിൻ്റെ പേര് വെച്ചിട്ടില്ല. അതുകൊണ്ടാണ് നിനക്ക് എന്ന് ഞാൻ അത് എഴുതി സമർപ്പിച്ചത്. അവൻ്റെ പേര് വെക്കരുത്, പേര് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമാവും എന്ന് പറഞ്ഞു. പിന്നെ ആ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒറിജിനൽ പേരും വെക്കാൻ പറ്റില്ല. അങ്ങനെ പേര് വെക്കാൻ പറ്റാതെ ഇത് മീറ്ററിലായതുകൊണ്ട് ആണ് രാധാകൃഷ്ണൻ എന്ന് പറയുമ്പോൾ നമുക്ക് രാധ എന്ന് വിളിക്കാം, രാധേട്ടൻ എന്ന് പറയാം. അങ്ങനെ ഒരു എളുപ്പം വെച്ചിട്ടാണ് രാധാകൃഷ്ണൻ എന്ന് വെച്ചത്. അതിനുശേഷം അപ്പം ആക്ച്വൽ ആ കഥാപാത്രത്തിനുള്ള സ്വഭാവങ്ങളൊന്നും നമുക്കിതിൽ കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ ഞാനതിന് വേറെ കുറേ സ്വഭാവങ്ങൾ ചേർത്തു. എൻ്റെ നാടായിട്ടുള്ള കുന്നംകുളത്തേക്ക് അതിനെ പറിച്ചു നട്ടു. അങ്ങനെയാണ് ഞാൻ കുന്നംകുളം താജ്മഹൽ എന്ന് വെച്ചത്. അപ്പം എനിക്ക് അറിയുന്ന, ഞാൻ ഇടപെടുന്ന പലരിൽ നിന്നും പല സ്വഭാവങ്ങളും അല്ലെങ്കിൽ കാണുന്ന ഭൂമികയും ഞാൻ നടക്കുന്ന വഴിയൊക്കെ തന്നെയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ചെറുകാട് പറയുന്ന പോലെ എൻ്റെ മുരിങ്ങാമരത്തിലൂടെ ഞാൻ നക്ഷത്രങ്ങളെ കാണൂ എന്നുള്ള വാചകം പോലെ കുന്നംകുളത്തിലൂടെ ആ താജ്മഹൽ കാണുന്ന ഒരു കാഴ്ച. അല്ല, ഇത് ചെറുകാട് പറയുമ്പോൾ ടീച്ചറെ എൻ്റെ മുരിങ്ങമരത്തിലൂടെ ഞാൻ കാണുന്നതാണ്. എനിക്ക് കുന്നംകുളത്തിലൂടെ കാണാൻ അറിയുള്ളൂ എന്നുള്ള പരിമിതി കൊണ്ട് ചെയ്തതാണത്. നമുക്ക് ഈ പാട്ട് നോവലിലെ മനോഹരമായിട്ടുള്ള ഒരു ഭാഗം നിഷാദിനെ കൊണ്ട് ചൊല്ലിപ്പിക്കാം. അതിൽ ഒരു കത്തെഴുതുകയാണ്. ഒരു കാമുകൻ്റെ ആ കത്തെഴുതുന്ന സമയത്തുള്ള ഹൃദയവേപത് മുഴുവൻ, ഇത് വളരെ ലളിതമാണ് എന്ന് തോന്നുമെങ്കിലും അതിലെ പദങ്ങളൊക്കെ വളരെ സൂക്ഷ്മമായിട്ടാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ ലാളിത്യം എല്ലാവർക്കും, ഒരു കവിത ചില ആളുകൾക്ക് മാത്രമേ ആസ്വദിക്കാൻ സാധിക്കൂ എന്നുള്ളൊരു പരമ്പരാഗത ധാരണകളെ മറികടക്കാൻ കൂടി ആയിരിക്കാം പാട്ട് നോവൽ എന്നൊരു പുതിയ പരികല്പന കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് കുറേ കൂടി ജനകീയ സ്വഭാവം ഈ കൃതിക്കുണ്ട്. ആ കത്തെഴുതുന്ന, ആ കത്തിനെ കുറിച്ച് പറയുന്ന 2 പേര്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കാമുകനെ വിളിക്കുന്നത് പൈപ്പുറേഞ്ച് എന്നാണ്. കാമുകൻ തിരിച്ചു വിളിക്കുന്നത് അരിമ്പാറ, പൈപ്പുറേഞ്ചൊക്കെ ഒരു കഥാപാത്രങ്ങളായിട്ട് വരുന്ന ഒരു പുസ്തകം കൂടിയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, പ്ലംബറുടെ അടുത്ത് ഏറ്റവും ഉണ്ടാവുന്ന സാധനമാണല്ലോ എഫ് എന്ന് എഴുതിയ പോലത്തെ പൈപ്പുറേഞ്ച്. അതുകൊണ്ട് അങ്ങനെ വെച്ചതാണ്. അതുപോലെ ഒരു അരിമ്പാറയുള്ളവളാണ് ഇതിലെ ചന്ദ്രിക. അപ്പോൾ അരിമ്പാറയെന്ന് അയാൾ തിരിച്ചും വിളിച്ചു, അത്രമാത്രമേ ഉള്ളൂ. ഏറ്റവും പ്രിയപ്പെട്ട പൈപ്പുറേഞ്ചേ, നീ മാത്രമാണെനിക്കെൻ്റെ നെഞ്ചേ. ഏറ്റവും പ്രിയപ്പെട്ട പൈപ്പുറേഞ്ചേ, നീ മാത്രമാണെനിക്കെൻ്റെ നെഞ്ചേ. പ്രേമക്കുഴമ്പിൽ നനച്ചെടുത്ത ഏതാനും വാചകമാണു കത്തിൽ. പ്രേമക്കുഴമ്പിൽ നനച്ചെടുത്ത ഏതാനും വാചകമാണു കത്തിൽ. വായിച്ചു കോൾമയിർ കൊണ്ടു രാധ പേപ്പറെടുത്തെഴുതാനിരുന്നു. വായിച്ചു കോൾമയിർ കൊണ്ടു രാധ പേപ്പറെടുത്തെഴുതാനിരുന്നു. എന്താണ് എഴുതേണ്ടതെന്നറിയില്ല, ആരോടും ചോദിക്കാൻ പറ്റണില്ല. എന്താണ് എഴുതേണ്ടതെന്നറിയില്ല, ആരോടും ചോദിക്കാൻ പറ്റണില്ല. പേജുകൾ ഓരോന്നു കീറി വീണു, നേരമാണെങ്കിൽ കടന്നുപോയി. പേജുകൾ ഓരോന്നു കീറി വീണു, നേരമാണെങ്കിൽ കടന്നുപോയി. എന്നരിമ്പാറയ്ക്കു സ്നേഹപൂർവം എന്ന സംബോധനയാൽ തുടങ്ങി. എൻ അരിമ്പാറയ്ക്കു സ്നേഹപൂർവം എന്ന സംബോധനയാൽ തുടങ്ങി.
അങ്ങനെ അരുമ്പാറയും പൈപ്പ് റേഞ്ചും കത്തുകൾ കൈമാറാൻ തുടങ്ങുന്ന ഒരു ആദ്യ സീനാണിത്. ഞാനിത് മുഴുവൻ വായിച്ചപ്പോൾ എനിക്ക് വളരെ രസകരമായി തോന്നി. അദ്ദേഹത്തിന് ഒരുപാട് എഴുതിയോ വായിച്ചോ അക്ഷരാഭ്യാസം എന്നുള്ള ഒരാളല്ല. പക്ഷേ അദ്ദേഹം ഇതിൽ പറയുന്ന ഹരി പറയുന്ന ക്യാരക്ടർ എന്താണെന്ന് വെച്ചാൽ, ഈ പ്രണയത്തിലൂടെ അദ്ദേഹം ഒരുപാട് വായിക്കുന്നു, ഒരുപാട് കേൾക്കുന്നു, ഒരുപാട് എഴുതാൻ ശ്രമിക്കുന്നു. അങ്ങനെ പ്രണയത്തിൻ്റെ കത്തുകളിലൂടെ അയാളൊരു നല്ല കവിയായി മാറുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. മനോഹരമായ ഒരു രസകരമായ ഒരു ഭാഗം തന്നെയാണിത്. പൈപ്പ് റേഞ്ചും അരിമ്പാറയും തമ്മിലുള്ള പ്രണയത്തിൻ്റെ ആദ്യ കത്ത് കൈമാറലിൻ്റെ തുടക്കം അതാണിത്. താങ്ക് യു. ഈ ചിത്രകാരൻ മദനേട്ടനൊക്കെ മനോഹരമായിട്ട് ഈ നേരത്തെ ഹരി പറഞ്ഞതുപോലെ ഇതിൽ ഓരോ 15 പാട്ടുകളാണ് ഈ പുസ്തകത്തിലുള്ളത്. അതിൽ ഓരോ അതിൻ്റെ ഹൃദയം അറിഞ്ഞുകൊണ്ട് തന്നെ ചിത്രം വരച്ച് ഇതിൽ ചിത്രങ്ങളുണ്ട്. അത് മുഴുവനും ഉൾപ്പെടുത്താൻ സാധിക്കുമെന്ന് അന്വേഷിച്ചിരുന്നു. പുസ്തകത്തിൻ്റെ പേജ് വല്ലാതെ കൂടിപ്പോകും എന്നുള്ളൊരു ഘട്ടത്തിലാണ് നമ്മൾ പലതും ഒഴിവാക്കിയത്. വ്യക്തിപരമായിട്ട് ആ ചിത്രങ്ങൾ കണ്ട ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് വലിയ നിരാശയുണ്ട്. അത്ര മനോഹരമായിട്ടുള്ള ചിത്രങ്ങളായിരുന്നു മദനേട്ടൻ്റെ ഒരു പുസ്തകത്തിൽ. ആ ചിത്രങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ പറയും ചിത്രകാരൻ വാക്കുകൾ കൊണ്ട് ഈ പെൻസിൽ കൊണ്ട് വരയ്ക്കുമ്പോൾ കവി വാക്കുകൾ കൊണ്ട് ചിത്രം എഴുതും എന്ന് പറയും. അപ്പം ഈ വാക്കുകൾ കൊണ്ടുള്ള ഹരിയുടെ മനോഹരമായിട്ടുള്ള ചിത്രമായതുകൊണ്ട് തന്നെ അത് വരയ്ക്കാൻ കുറേ കൂടി എളുപ്പമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ മദനേട്ടനോട് തന്നെ ചോദിക്കാമെന്ന് വിചാരിക്കുന്നു. ഇതിൽ ഈ പുസ്തകത്തിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ഇതിപ്പോൾ വായിച്ച പലരും, ഇപ്പം ഇതിൽ അപൂർവം പേര് ചിലപ്പോൾ എനിക്ക് മുന്നിലുള്ള ആളുകൾ ഇത് വായിച്ചിട്ടുണ്ടാവുള്ളൂ. പലരും പുസ്തകം വാങ്ങിക്കുന്നതൊക്കെ കണ്ടു. ആദ്യം ഇവരൊക്കെ പുസ്തകം വാങ്ങിക്കുന്നുണ്ടായിരുന്നു. ഒരു വായിച്ചതിന് ശേഷമാണെങ്കിൽ കുറേ കൂടി ആഴത്തിൽ പുസ്തകത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയുള്ള ചർച്ചകളിലേക്ക് നമുക്ക് പോകാമായിരുന്നു. ആ ഒരു നിരാശയുണ്ട്. അപ്പോൾ പുസ്തകം വായിക്കാനായിട്ട് പ്രേരിപ്പിക്കുക എന്നുള്ളൊരു ദൗത്യം മാത്രമേ ചിലപ്പോൾ ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പം ഈ എന്തുകൊണ്ടാണ് ഈ പൊതു ഇടങ്ങൾ സിനിമ മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളായതുകൊണ്ടാണോ? ഇതിലെ രാധാകൃഷ്ണൻ ഒരു മമ്മൂട്ടി ഫാനാണ്. രാധാകൃഷ്ണൻ്റെ കാമുകി മോഹൻലാൽ ഫാനാണ്. ഇവർ തമ്മിൽ ഈ ഒരു ഫാൻ ഫൈറ്റും കൂടി ഈ പ്രണയത്തിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ ബഷീറൊക്കെ പണ്ട് ഈ പ്രേമലേഖനം നോവലിൽ ഏറ്റവും അവസാനം ട്രെയിനിൽ ഒരു യാത്രയുണ്ടല്ലോ. അപ്പോൾ ഒരു ചായ ഫാക്ടറിക്കാരൻ വരുന്ന സമയത്ത് സാറാമ്മ പറയുന്ന 2 ചായ എന്ന് കേശവൻ നായർ പറയുന്ന സമയത്ത് സാറാമ്മ പറയുന്നുണ്ട് എനിക്ക് കാപ്പിയാണ് ഇഷ്ടം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ചായയാണ് ഇഷ്ടം എന്ന് അപ്പുറത്താൾ പറയുന്നു. അപ്പോൾ എനിക്ക് ഇപ്പുറത്താൾ ഉറച്ചു നിൽക്കുകയാണ്, എനിക്ക് കാപ്പിയാണ് ഇഷ്ടം. ഒടുവിൽ 1 ചായ 1 കാപ്പി എന്ന് ഓർഡർ ചെയ്യുന്നു. വളരെ ലളിതമായിട്ട്, നമ്മൾ വലിയ കാര്യമായിട്ടൊന്നും പഠിപ്പിക്കേണ്ടതില്ല ദാമ്പത്യം എന്താണെന്ന്. വേണമെങ്കിൽ ഈ ബഷീറിൻ്റെ ഈ കഥ അവസാനത്തെ ഈ രംഗം ഒന്ന് വായിച്ചു കൊടുത്താൽ മതി. എങ്ങനെയാണ് ഈ സഹവർത്തിത്വം, ഒരാൾ മറ്റേയാളുടെ ഇഷ്ടങ്ങൾ, തൻ്റെ ഇഷ്ടങ്ങൾ അപ്പുറത്തേക്ക് അടിച്ചേൽപ്പിക്കലല്ല, മറിച്ച് അയാളുടെ ഇഷ്ടങ്ങൾ കൂടി തൻ്റേതാക്കി അല്ലെങ്കിൽ അതേപോലെ തുടരാനായിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നതാണ് സഹവർത്തിത്വത്തിൻ്റെ ഒരു വലിയ പാഠങ്ങൾ ഈ പുസ്തകത്തിൽ, കുന്നംകുളം താജ്മഹൽ എന്ന പുസ്തകത്തിൽ ഉടനീളമുണ്ട്. വളരെ ബോൾഡായിട്ടുള്ള, തീരുമാനമെടുക്കാൻ ശേഷിയുള്ള ഒരു സ്ത്രീ കഥാപാത്രമാണ് ഇതിലെ ചന്ദ്രിക. പലപ്പോഴും സാഹചര്യങ്ങളാണ് പ്രണയത്തിൽ, എല്ലാ കാലത്തും പ്രണയങ്ങളിൽ വില്ലനായിട്ട് വരുന്ന സാഹചര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഈ കവിതയുടെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഒരു 36 വർഷത്തെ ഒരു കാലഘട്ടമാണ്. 87 മുതൽ ഒരു 90-91 വരെയുള്ള ഒരു കാലമാണ്. അത് റിയലാണ്. ആ കാലത്താണ് ഈ പറയുന്ന സംഭവം നടന്നത്. അതെടുത്ത് പിന്നെ കുറച്ച് ഭാഗങ്ങൾ വരുന്നത് 2024 കാലത്താണ്. അങ്ങനെ 2 കാലത്തായിട്ടാണ് അതിൽ വരുന്നത്. ഈ ടീച്ചർ നേരത്തെ പറഞ്ഞ കാര്യം മമ്മൂട്ടി മോഹൻലാൽ ദ്വന്ദ്വം, അത് നമുക്കിവിടെ ഉണ്ട്. ഇത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യമാണ്. അയാൾ വളരെ കടുത്ത മമ്മൂക്ക ഫാനായിരുന്നു. അങ്ങനെ നടന്നിട്ട് ഒരു കുട്ടിയെ ഇഷ്ടപ്പെട്ട് പ്രേമിച്ച് അവളുടെ എല്ലാ കാര്യവും നോക്കി. പക്ഷേ അവൾക്ക് ഇഷ്ടം മമ്മൂട്ടിയാണോ മോഹൻലാലിനാണോ എന്ന് ചോദിക്കാൻ മറന്നു. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഈ നാഗവല്ലിയില്ലേ മണിച്ചിത്രത്താഴിലെ, അത് ഏതോ ഒരു മാല കാണുമ്പോൾ ഇങ്ങനെ തിളങ്ങുന്ന പോലെയാണ് അവൾ വളരെ ഇതായിട്ട് തിരിച്ചറിയുന്നത് തൻ്റെ കാമുകി
മോഹൻലാൽ ഫാനാണെന്നുള്ളത്. അങ്ങനെ തകർന്ന് പിന്നെ അവസാനം ഒരു ഘട്ടത്തിൽ ഒരു മമ്മൂക്ക സിനിമ കാണും, മോഹൻലാൽ സിനിമ കാണും, അവരങ്ങനെ യോജിച്ച് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു ഇത് കണ്ടപ്പോൾ, അതുപോലെ തന്നെ ഇപ്പോൾ പലരും കേട്ടിട്ടുണ്ടാവും, ഇന്നലെ സംഘത്തിൽ വന്ന പിക്ചർ മോഹൻലാലിൻ്റെത് അടിയിടി, ഇന്നോളം കാണാത്ത വേഷങ്ങൾ ഭാവങ്ങൾ, സൂപ്പർ മോഹൻലാൽ തന്നെ അടി, മിണ്ടാതിരിക്കും മനുഷ്യ നിങ്ങൾ, മമ്മൂട്ടിക്കൊത്തവൻ ആരുണ്ട്, മൂപ്പർ നടക്കുന്ന ഡപ്പും ഭാവവും കാണുവാൻ തന്നെ ഒരു ചേലുണ്ട് എന്നൊരു പാട്ട് ഞങ്ങളൊക്കെ സ്കൂൾ പഠിക്കുന്ന സമയത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു പാട്ടാണ്. അതും മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് അങ്ങനൊരു ദ്വന്ദ്വം, നമ്മൾ മലയാളികൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു രണ്ടു പേരാണ് എന്നുള്ളത് ആ രണ്ട് രീതിയിലും ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു സാധനം ഇതിലേക്ക് കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഞാൻ കണ്ടു പരിചയിച്ചത് കൊണ്ട്, അങ്ങനെ ഒരു കപ്പിൾസിനെ എനിക്ക് അറിയുന്നത് കൊണ്ട് ചെയ്തതാണ്. മമ്മൂട്ടി ഈ പുസ്തകം വായിച്ചിട്ടില്ലല്ലോ? അത് എനിക്കറിയില്ല, ഉണ്ടാവില്ല. മമ്മൂട്ടിക്ക് വായിക്കാനായിട്ട് അവസരം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. കാരണം അത്രമാത്രം മമ്മൂട്ടിയെ സ്നേഹിക്കുന്ന ഒരാളാണ് കഥാനായകൻ. ഈ സിനിമാ പാട്ട് രംഗങ്ങൾ കടന്നു വരുന്നുണ്ട്. അപ്പം നിഷാദിനെ കൊണ്ട് ഒന്ന് പാടിക്കാൻ തോന്നുന്നു. അതിൽ മണിവത്തൂരിലെ 1000 ശിവരാത്രികളൊക്കെ കണ്ടിട്ടുള്ള ആളുകളായിരിക്കും. ആ നെറ്റിയിൽ പൂവുള്ള സ്വർണ്ണച്ചിറകുള്ള പക്ഷിയൊക്കെ ഈ നോവലിൻ്റെ ഉള്ളിൽ കടന്നു വരുന്നുണ്ട്. അതുപോലെ യവനികയിലെ പാട്ട്, പൂമാനമേ എന്നുള്ള നിറക്കൂട്ടിലെ പാട്ട്, അങ്ങനെ ധാരാളം പാട്ടുകൾ ഇതിലൂടെ അത് ആ കാലമായതുകൊണ്ടാണ്, ആ കാലത്ത് ഇറങ്ങിയ സിനിമകളാണ് എന്നുള്ളത് വെച്ചാണ് അതിലെ പാട്ടുകൾ വന്നത്. അത് അത്ര അശ്രദ്ധമായിട്ടല്ല ആ കാലഘട്ടത്തിൽ ഇറങ്ങിയിട്ടുള്ള. അല്ല, ഒരിക്കലും അശ്രദ്ധല്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഏത് നിമിഷം വിളിച്ചാലും മമ്മൂക്കയുടെ സിനിമ റിലീസ് ചെയ്തത് എന്നാണ്, ഏത് ഡേറ്റിലാണ് എന്ന് വിളിച്ച് ഒരു ജീവിക്കുന്ന നിഘണ്ടു പോലെ പറഞ്ഞു തരാൻ കഴിയുന്ന ഒരു സുഹൃത്തുണ്ട്. അപ്പം അത് വളരെ എളുപ്പമായിരുന്നു. അത് സ്വപ്നങ്ങൾ. കണ്ണടയ്ക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ കുഞ്ഞരിമ്പാറ തെളിഞ്ഞു വന്നു. കണ്ണടയ്ക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ കുഞ്ഞരിമ്പാറ തെളിഞ്ഞു വന്നു. രാത്രിയിലുറക്കം വരുന്നതില്ല, നേരം വെളുക്കുവാൻ തിടുക്കമായി. രാത്രിയിലുറക്കം വരുന്നതില്ല, നേരം വെളുക്കാൻ തിടുക്കമായി. എപ്പോഴോ തെല്ലൊന്നുറങ്ങിപ്പോയി, സ്വപ്നത്തിലേക്കു കുതിച്ചു ചാടി. എപ്പോഴോ തെല്ലൊന്നുറങ്ങിപ്പോയി, സ്വപ്നത്തിലേക്കു കുതിച്ചു ചാടി. നെറ്റിയിൽ പൂവുള്ള പാട്ടുപാടും മമ്മൂട്ടി താനെന്നവനു തോന്നി. നെറ്റിയിൽ പൂവുള്ള പാട്ടുപാടും മമ്മൂട്ടി താനെന്നവനു തോന്നി. മമ്മൂട്ടി താനെന്നവനു തോന്നി. നെറ്റിയിൽ പൂവുള്ള സ്വർണ്ണച്ചിറകുള്ള പക്ഷി, നീ പാടാത്തതെന്തേ? നെറ്റിയിൽ പൂവുള്ള സ്വർണ്ണച്ചിറകുള്ള പക്ഷി, നീ പാടാത്തതെന്തേ? ഏതു പൂമേട്ടിലോ മേടയിലോ നിന്റെ തേൻകുടം വെച്ചു മറന്നു. പാട്ടിൻ്റെ തേൻകുടം വെച്ചു മറന്നു. പക്ഷി നെറ്റിയിൽ പൂവുള്ള സ്വർണ്ണച്ചിറകുള്ള പക്ഷി, നീ പാടാത്തതെന്തേ? ഒരു കാലഘട്ടത്തിലെ സിനിമകളെ ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു വായനയായിരിക്കും. ഒരു കാലഘട്ടത്തിലെ സിനിമകൾ, ആ കാലഘട്ടത്തിലെ ഒരു സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളായതുകൊണ്ട് കൂടി ആവാം ഈ നോവലിലെ ചില രംഗങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് ഇദ്ദേഹം
തല്ലാൻ പോയിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നും. വളരെ സൂക്ഷ്മമായിട്ട് ഈ തല്ലൊക്കെ വർണ്ണിക്കുന്ന രംഗങ്ങളുണ്ട്. എനിക്ക് നിഷാദ് അത് വായിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ 48 ടീച്ചർ എന്നെ കണ്ടിട്ട് ഞാൻ തല്ലാൻ പോയി എന്നൊക്കെ തോന്നുന്നുണ്ടാ? അതൊക്കെ ഒരു ആവേശത്തിൽ ചെയ്തു പോയതാ. അതെ. ഒരു സ്റ്റണ്ട് രംഗമാണ് നായകനെ ഇതില് പ്രണയവും സ്റ്റണ്ടും അല്ലെങ്കിൽ എല്ലാ ഒരു സിനിമാറ്റിക് നോവൽ എന്ന് വേണമെങ്കിൽ പാട്ട് നോവൽ എന്ന് വിശേഷിപ്പിക്കാം. ഒരു സിനിമയുടേതായിട്ടുള്ള എല്ലാ സംഘർഷ മുഹൂർത്തങ്ങളും ഇതിൽ കടന്നു വരുന്നുണ്ട്. അപ്പോൾ നായകൻ ഒരു ഹീറോ ആയിട്ട് എല്ലാ സിനിമകളിലും, അത് അതിന് ചോദിക്കാനിരിക്കുകയാണ്, ഈ സിനിമകളിലൊക്കെ അവതരിപ്പിക്കുമ്പോൾ ഒരു ഹീറോ ആയിട്ട് നായകൻ്റെ എൻട്രി വളരെ പ്രധാനമാണല്ലോ. അതൊരു പാട്രിയാർക്കൽ എൻട്രി തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ആ നായകൻ ഹീറോ ആയിട്ട് വരുന്ന സംഭവമൊക്കെ തന്നെയാണ് ഇതിലും കൊണ്ടുവന്നിട്ടുള്ളത്. ഹരിയുടെ ഉള്ളിലും ഒരു പാട്രിയാർക്കൽ മനുഷ്യൻ ഉറച്ച് നിൽക്കുന്നുണ്ടെന്ന് ഇത് ചിലപ്പോൾ വായിക്കുന്ന സമയത്ത് നമുക്ക് തോന്നിപ്പോവും. ഇതൊരു നമുക്കൊരു മറ്റേ ഒരു വീറോടെ പാടേണ്ട ഒരു വരികളാണ്. കൂട്ടുകാർ വീഴുന്ന കാഴ്ച കണ്ട് കാൽവിരൽ തൊട്ടേ പെരുപ്പ് കയറി, മമ്മൂട്ടിയുള്ളിലേക്ക് ആവേശിച്ചു, കണ്ണുകൾ ചോന്നു കരം വിറച്ചു, തന്മടിക്കുത്തിലെ പൈപ്പ് റേഞ്ച് കയ്യിലെടുത്തവൻ ആഞ്ഞു വീശി, കയ്യിൽ ഇടിക്കട്ടയുള്ളവന്റെ മണ്ട തകർന്നവൻ വീണു മണ്ണിൽ. ഇങ്ങനെ പോകും, കുറേ ഉണ്ട് അങ്ങനെ. അല്ല, ഇതങ്ങനെ പാട്രിയാർക്കൽ ഇതൊന്നുമല്ല. ഒരു ചില റിയൽ കഥകളെ ആലോചിച്ച് നമ്മൾ നോക്കുമ്പോൾ ഒരിക്കലും ഇപ്പം ഈ ഞാനപ്പോൾ അത് പറയാമോ എന്നറിയില്ല, ഈ അടി കഴിഞ്ഞിട്ട് അടുത്ത സെക്കൻഡിൽ ഇയാൾ പേടിച്ച് ഈ അച്ഛൻ്റെ ചീത്ത കേട്ടിട്ട് ഇയാൾ പേടിച്ച് ഓടുന്നതാണ്. ഇതൊരു പൂരത്തിൻ്റെ അവിടെ നടക്കുന്ന ഒരു സംഭവമാണ്. ഞങ്ങളുടെ നാട്ടിൽ നടന്ന ചില പൂരക്കാലത്തെ അടികൾ ഓർമ്മ വന്നിട്ട് ചെയ്തു പോയതാണ്. പിന്നെ നായകൻ അങ്ങനെയൊന്നും വേണമെന്ന് വിചാരിച്ചതല്ല, അങ്ങനെ വന്നുപോയി. ഇപ്പം ഞാൻ പാട്രിയാർക്കലാണോ അല്ലേ? ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം, അല്ലായിരിക്കാം. എൻ്റെ നായകനും പാട്രിയാർക്കലൊന്നും അല്ല. ആ 4 ആൾക്കാർ തല്ലാൻ വരുമ്പോൾ ഇതൊന്നും ചിന്തിക്കാൻ പറ്റില്ലല്ലോ. അപ്പം എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനല്ലേ നോക്കുള്ളൂ. അങ്ങനെ ചെയ്തിട്ടുള്ളൂ. ഹരി ഇതിൻ്റെ രചനയിലുടനീളം പുലർത്തിയിട്ടുള്ള, അപ്പോൾ സിനിമ ഇറങ്ങിയ കാലഘട്ടത്തെക്കുറിച്ച് ഇതിൽ ഡേറ്റുകളും കൂടി കടന്നു വരുന്ന നോവലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഡേറ്റ്, വർഷങ്ങൾ, അപ്പോൾ ആ വർഷത്തിൽ ഇറങ്ങിയിട്ടുള്ള സിനിമകളാവണം. ഇപ്പോൾ ഈ മമ്മൂട്ടി ഫാനും മോഹൻലാൽ ഫാനും ആയിട്ടുള്ള നായകനും നായികയും കൂടി അവസാനം ഒത്തുതീർപ്പിലെത്തുന്നത് നമ്പർ 20 മദ്രാസ് മെയിൽ സിനിമ കണ്ടുകൊണ്ടാണ്. മമ്മൂട്ടി മോഹൻലാലും ഒന്നിച്ച് അഭിനയിച്ചിട്ടുള്ള സിനിമ കണ്ടുകൊണ്ട് ഐക്യപ്പെടുന്നതും. പിന്നെ കുന്നംകുളം മാത്രമല്ല, പരിസര പ്രദേശങ്ങളായിട്ടുള്ള കേരളവർമ്മ കോളേജ്, അതിൽ ഊട്ടി, കേരളവർമ്മ കോളേജിൽ ഊട്ടി, ഇതെല്ലാം ഈ നോവലിൻ്റെ രചനാ പശ്ചാത്തലത്തിൽ വരുന്നുണ്ട്. നമുക്കൊക്കെ ചിരപരിചിതരായിട്ടുള്ള കുറേ ആളുകളുടെയൊക്കെ ഒരു സ്വഭാവം കാണാം. കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രം കൂടി അറിഞ്ഞ ഒരാൾക്ക് മാത്രമേ അതിൽ 3-ാം പാട്ടിലെ ആദ്യ ഭാഗത്തിൽ, പക്ഷെ അത് പാടുന്നുണ്ടോ? 1987 കാലഘട്ടമാണ് പറയുന്നത്. കേരളം ഗൗരി ഭരിക്കുമെന്ന് ഏവരും ഉള്ളിൽ നനച്ച കാലം, ചെങ്കൊടി വീണ്ടും ഉയർന്ന കാലം, നായനാർ നാടു ഭരിച്ച കാലം. കേരളം ഗൗരി ഭരിക്കുമെന്ന് ഏവരും ഉള്ളിൽ നനച്ച കാലം, ചെങ്കൊടി വീണ്ടും ഉയർന്ന കാലം, നായനാർ നാടു ഭരിച്ച കാലം. ഇങ്ങനെ കുറെ വരികൾ പോകുന്നുണ്ട്. ഇത് ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമമല്ല. അപ്പം നമ്മളൊരു സിനിമയിലൊക്കെ ഒരു ഡേറ്റ് എഴുതി കാണിക്കുകയോ ഒരു കലണ്ടർ തൂക്കുകയോ ചെയ്യുന്ന സമയത്ത് ഇതിൽ പ്രത്യേകിച്ച് ഒരു ഗദ്യത്തിൽ എഴുതുമ്പോൾ കുറേ സാധ്യതകളുണ്ട്. ഇതിൽ വരി മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ 87 ആ ഒരു കാലഘട്ടം കാണിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ പലർക്കും അറിയുമായിരിക്കും, ഇവിടെ ഈ കേരന്തിങ്കം കേരള നാട് KR ഗൗരി ഭരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടൊരു മുദ്രാവാക്യം വന്നിട്ടുണ്ടായിരുന്നു. ആ മുദ്രാവാക്യത്തിൻ്റെ ഓർമ്മയിൽ അതിനുശേഷം EK നായനാരാണ് കേരളം ഭരിച്ചത്. അപ്പം 87 ആയതുകൊണ്ട് അന്ന് ഞങ്ങളുടെ കുന്നംകുളത്തെ മുനിസിപ്പാലിറ്റി റിസീവർ ഭരണത്തിൻ്റെ കീഴിലായിരുന്നു. മുനിസിപ്പാലിറ്റി എന്തോ ചില ഒരു വർഷത്തിൻ്റെ എന്തോ പ്രശ്നങ്ങൾ കൊണ്ട്. അപ്പോൾ ആ ഒരു കാലത്തിനെ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട്, ആ കാലത്തുള്ള കുന്നംകുളത്തിനെ അടയാളപ്പെടുത്താൻ വേണ്ടി അങ്ങനെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം എൻ്റെ ഒരു സംശയമാണ്, ഇതൊരു നോവൽ, പാട്ട് എന്ന് പറയണ്ട എന്ന് പറയുന്നുണ്ട്, കവിതാ രൂപത്തിൽ അതിനെ വിശേഷിപ്പിക്കരുത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ
ഇതിലുടനീളം വൃത്തം ദീക്ഷിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ എന്തിനാണ് പാട്ട് നോവൽ എന്ന് പേരിടുകയും പാട്ട് എന്ന് പറയരുത്, കവിത എന്ന് പറയരുതെന്ന് ശഠിക്കുകയും ഉടനീളം രമണൻ അതിജഗതി ഛന്ദസ്സിലുള്ള രമണം എന്ന വൃത്തത്തിൽ തന്നെ അറിയപ്പെടുന്ന കാനന ഛായയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ, പാടില്ല പാടില്ല നമ്മെ നമ്മൾ, പാടെ മറന്നൊന്നും ചെയ്തുകൂടാ, കാനന ഛായയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ, പാടില്ല പാടില്ല നമ്മെ നമ്മൾ, പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. അതേ താളത്തിലാണ്, അതേ താളത്തിലാണ്. അതെ, ഇതിപ്പോ ഇങ്ങനെ പറയുമ്പോഴേ ഒരു പാട്ടിന്, എല്ലാ പാട്ടിനും ഒരു താളം ഉണ്ടാവും. വൃത്തം എന്ന് പറയുന്നതിനേക്കാൾ പാട്ടിന് ഒരു താളമുണ്ട്. താളുണ്ട്. അപ്പൊ നോവലിന് എന്താ താളം? എന്തിനാ? അല്ല, പാട്ട് നോവലിന് അപ്പൊ പാട്ടല്ലേ, അപ്പൊ താളം വേണ്ടേ? ഇതിപ്പോ ഞാൻ പറയട്ടെ, ഇപ്പൊ മാവേലി നാടുവാണി ഇടുങ്കാലം, ആ താളത്തിലും ഇത് വായിക്കാം. വെമ്പല നാട്ടിലെ തമ്പുരാന്റെ ഇതിൽ വേണമെങ്കിൽ വായിക്കാം. ഇനി ഇതൊന്നും അല്ലാതെ പാട്ടറിയാത്ത ഒരാൾക്ക് വെറുതെ വരി വായിച്ച് കഥ അറിയാൻ വേണ്ടി പോവാം. ഈ രണ്ട് രീതിയിലുമാണ് ഇത് ചെയ്യാനൊരു ശ്രമം നടത്തിയിട്ടുള്ളത്. എത്ര കണ്ട് വിജയിച്ചു എന്നറിയില്ല. പിന്നെ താളമാണ്, വൃത്തമല്ല, താളമാണ്. ഞാനിത് പാട്ട്, അല്ലെങ്കിൽ പിന്നെ പാട്ടാവില്ലല്ലോ. അത് ഞാൻ ഈ നോവൽ വായിച്ച് വരുന്ന സമയത്ത് ചിലയിടങ്ങളിൽ നമ്മൾ പ്രോസ് പോലെ നമ്മൾ അതങ്ങ് വായിച്ചു പോയി. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, എന്നോട് നേരത്തെ ഹരി പറഞ്ഞതെല്ലാം താളത്തിലാണ് എഴുതിയിട്ടുള്ളതെന്ന്. അപ്പോൾ വീണ്ടും തിരിച്ചു പോയി ഞാൻ ആ വരികൾ ഒന്നുകൂടി ഒന്ന് താളത്തിൽ വായിച്ചു നോക്കും. അപ്പോൾ താളത്തിൽ തന്നെയാണ്, മുഴുവൻ താളത്തിലാണ് എഴുതിയിട്ടുള്ളത്. അതൊരു എന്താ പറയുക, അത് കഥയാണോ കവിതയാണോ പാട്ടാണോ അതെല്ലാം അതിലുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച്, ഈ ഒരു പാട്ടുകാരനെ സംബന്ധിച്ച് ഇത് എടുത്ത് പാടാൻ ശ്രമിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. നമുക്ക് ആ മീറ്ററിൽ പാടാം, പല പല രീതിയിൽ അതിനെ മാറ്റാം എന്നൊക്കെ രീതിയിൽ. അതിൽ ഗദ്യം ഉപയോഗിച്ചിട്ടുള്ള ഒരു രംഗമുണ്ട്, അത് ഏറ്റവും അവസാനത്തെ രംഗമാണ്. അതുവരെ പാട്ട് മാത്രം. ഇതിലൊരു ഡയലോഗ് ഗദ്യത്തിലാണ്. അത് അതിൻ്റെ സസ്പെൻസ് ഞാൻ കളയുന്നില്ല, കഥ പറഞ്ഞുകൊണ്ട് കളയുന്നില്ല. ആ ഭാഗം നമുക്ക് ഏറ്റവും അവസാനിപ്പിക്കുന്ന ഒരു ഡയലോഗിലാണ്. ആ ഭാഗം നിഷാദ് ഒന്ന് പാടിയാൽ നന്നായിരിക്കും. എല്ലാം എടുത്തവൻ മണ്ണിലിട്ടു, മെല്ലെ നിവർന്നിരു കൈകൾ കെട്ടി. എല്ലാം എടുത്തവൻ മണ്ണിലിട്ടു, മെല്ലെ നിവർന്നൊരു കൈകൾ കെട്ടി. താജ്മഹലിൻ നേർക്കു നോക്കി വീറിൽ 4 വർത്തമാനം പറഞ്ഞു. താജ്മഹലിൻ നേർക്കു നോക്കി വീറിൽ 4 വർത്താനം പറഞ്ഞു രാധ. ഈയൊന്നല്ലടാ, ഞാനാണ്ടാ ശരിക്കും താജ്മഹല്. ചോരി നീരുള്ള സാക്ഷാൽ കുന്നംകുളം താജ്മഹല്, ഒറിജിനല്. താജ്മഹലൊന്നു കുനിഞ്ഞു അത്രേ, രാധയെ കൈകൂപ്പി നോക്കിയത്രേ. താജ്മഹലൊന്നു കുനിഞ്ഞു അത്രേ, രാധയെ കൈകൂപ്പി നോക്കിയത്രേ. നീയെ ജയിച്ചവൻ എന്ന മട്ടിൽ ചുറ്റുമശരീരി പൊങ്ങിയത്രേ. നീയെ ജയിച്ചവൻ എന്ന മട്ടിൽ ചുറ്റുമശരീരി പൊങ്ങിയത്രേ. രാധ തിരിഞ്ഞു നടന്നിടുമ്പോൾ മാനം മഴത്തുള്ളി വീഴ്ത്തിയത്രേ. രാധ തിരിഞ്ഞു നടന്നിടുമ്പോൾ മാനം മഴത്തുള്ളി വീഴ്ത്തിയത്രേ. ഉസ്താദിസയുടെ കണ്ണിൽ നിന്നും ഇറ്റിയ നെയ്ത്തുള്ളിയായിരിക്കാം. ഉസ്താദിസയുടെ കണ്ണിൽ നിന്നും ഇറ്റിയ നീർത്തുള്ളിയായിരിക്കാം. നന്നേ ചെറിയൊരു കാറ്റു വന്നു തുള്ളിക്കളിച്ചു ചെടികളെല്ലാം. നന്നേ ചെറിയൊരു കാറ്റു വന്നു തുള്ളിക്കളിച്ചു ചെടികളെല്ലാം. മണ്ണിൽ കിടന്നൊരാ കത്തുകൾക്ക് മെല്ലെ ചിറകുമുളച്ചു അത്രേ. മണ്ണിൽ കിടന്നൊരാ കത്തുകൾക്ക്
മെല്ലെ ചിറകു മുളച്ചു അത്രേ, മെല്ലെ ചിറകു മുളച്ചു അത്രേ. നമുക്ക് സെഷൻ അവസാനിപ്പിക്കാറായി. എൻ്റെ അടുത്ത് ഒരിക്കൽ സമീറാണ് ഒരു കഥ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ PK പാറക്കടവിൻ്റെ അവൾ പെയ്യുന്നു എന്നുള്ളൊരു സമാഹാരത്തിൽ ഒരു എഴുത്തുകാരനൊരു കഥ എഴുതി അവസാനിപ്പിക്കുകയാണ്. വെള്ളക്കടലാസിലൊരു കഥ എഴുതിയിട്ട് അവസാനം ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. അപ്പോൾ കഥ ആ കടലാസിൽ നിന്ന് എഴുന്നേറ്റിങ്ങിട്ട് വരിക. എന്നിട്ട് എഴുത്തുകാരനോട് ചോദിക്കുകയാണ്, നീ ആരാണ് എന്നെ ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്താൻ എന്ന് ചോദിക്കുകയാണ്. ഒരു പക്ഷേ റൊളാങ് ബാർത്തിൻ്റെ എഴുത്തുകാരൻ്റെ മരണം എന്ന ആശയത്തെ ഇതിലപ്പുറം ഗംഭീരമായിട്ട് നമുക്ക് ഒരു സിദ്ധാന്തം കൊണ്ടും അല്ലെങ്കിൽ ഒരു വലിയ ദീർഘമായിട്ടുള്ള ലേഖനം കൊണ്ടും അവതരിപ്പിക്കാൻ സാധിക്കില്ല. ഒരു കുഞ്ഞു കഥയിലൂടെ നമുക്ക് ആ കാര്യം മനസ്സിലാക്കാം. എഴുതി കഴിഞ്ഞാൽ എഴുത്തുകാരൻ അവിടെ ഇല്ലാതാവുകയും പിന്നെ അത് വായനക്കാരെ ഏറ്റെടുക്കുകയാണ്. കുന്നംകുളം താജ്മഹൽ ഇനി വായനക്കാരുടെ കൈകളിലേക്ക് എത്തുകയാണ്. അത് ഒരുപാട് പതിപ്പുകൾ ഒരു പക്ഷേ അടുത്ത KLF വരുമ്പോഴേക്കും ഇതിൻ്റെയൊക്കെ ഒരു 50-ാം പതിപ്പിൻ്റെ ഒക്കെ ഒരു പ്രകാശനം ഈ സെഷനിലൊക്കെ അങ്ങനത്തെ ഒരു സെഷനൊക്കെ ഇവിടെ ഉണ്ടാവട്ടെ എന്ന് വ്യക്തിപരമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഓഡിയൻസിലേക്ക് ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ പേര് കൂടി പറഞ്ഞ് വളരെ ചുരുക്കത്തിൽ ചോദിക്കാനായിട്ട്, ഹരിയോട് മാത്രം ചോദിക്കാനായിട്ട് ശ്രദ്ധിക്കാം. എൻ്റെ പേര് റിയാസ്. എൻ്റെ ചോദ്യം, ഇപ്പോൾ പാട്ട് നോവൽ എന്നുള്ളതൊരു പുതിയൊരു രീതിയിലാണ് നോവൽ വരുന്നത്. അപ്പോൾ ഇത് പുതിയ വായനക്കാർ അല്ലെങ്കിൽ വായനക്കാർ ഏറ്റെടുക്കുമോ എന്നുള്ളൊരു ആശങ്ക ഇത് എഴുതുന്ന സമയത്തുണ്ടായിരുന്നോ എന്നുള്ളതാണ്. ഇപ്പോഴും ഉണ്ട്. ഇതിപ്പോൾ ഒരു ഓഡിയോ ബുക്കായിട്ട് ഇറക്കാനുള്ള ഐഡിയ വല്ലതും ഉണ്ടോ? ഉണ്ടല്ലോ. അത് സംഭവിക്കട്ടെ. പക്ഷെ എനിക്ക് അതിലൊരു കാര്യമുള്ള എന്താണെന്നറിയോ, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ചിത്രം വരച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി ആവുന്നത് പോലെ ഇപ്പോൾ ഒരുപക്ഷെ നിഷാദ് ഇതിലൊരു ഭാഗം വളരെ മനോഹരമായിട്ട് പാടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ദിവസം ഇത് VK ശ്രീരാമേട്ടൻ വായിച്ചു. അപ്പം ഞാൻ താളത്തിൽ വായിച്ചു കൊടുത്തപ്പോൾ ശ്രീരാമേട്ടൻ പറഞ്ഞു, ഈ നീട്ട് പോയടാ ഇവിടുന്ന്, കാരണം എനിക്കിത് താളത്തിലൊന്നും വായിക്കാറില്ല. അപ്പം ഈ താളത്തിൽ വായിച്ചാൽ പിന്നെ എനിക്ക് അങ്ങനെ അല്ലാതെ വായിക്കാൻ പറ്റില്ല, അതുകൊണ്ട് വായിക്കാൻ പറ്റില്ല. അപ്പം അതല്ലാത്തവർക്കും അത് വായിക്കാൻ പറ്റണം എന്നുള്ളത് കൊണ്ടാണ് എൻ്റെ മനസ്സിൽ ഓഡിയോ ബുക്ക് എന്നുള്ളത് വരാത്തത്. സത്യം പറഞ്ഞാൽ അതിനൊക്കെ പോലുള്ള ആൾക്കാർ ഊർജതന്ത്രം പുസ്തകം നമ്മൾ നിർത്തി കൊടുത്തു കഴിഞ്ഞാലും പാട്ട് പോലെ പാടുന്ന ആൾക്കാരാണ്. പക്ഷേ അപ്പം അത് മനോഹരാവും. എന്നാലും അത് കുറച്ച് കഴിഞ്ഞിട്ട് മതി, ആൾക്കാർ വായിക്കട്ടെ എന്നാണ് ആഗ്രഹം. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം ഇപ്പോഴും അതെ, എഴുത്തിലാണെന്നുണ്ടെങ്കിലും സംസാരത്തിലാണെന്നുണ്ടെങ്കിലും ആ ഒരു ലാളിത്യം എല്ലാ സമയത്തും പുലർത്തുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അത് ഇപ്പോൾ വലിയൊരു എഴുത്തുകാരനായി മാറുന്നു, പുസ്തകങ്ങൾ പ്രകാശിപ്പിക്കുന്നു, അങ്ങനെയാണെങ്കിൽ പോലും അതിൽ മാറ്റം വരുന്നില്ല, അത് കൂടുതൽ ഉയർന്നുകൊണ്ട് തന്നെ വരുന്നത്. എഴുതുന്ന കാര്യത്തിലാണെങ്കിൽ പോലും ആ ഒരു ഇപ്പോൾ കുന്നംകുളം താജ്മഹൽ അങ്ങനെ രണ്ട് പ്രദേശത്തുള്ള രണ്ട് കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത്, എന്നാൽ അതിൽ ഉൾപ്പെടുത്തുന്ന ആളുകൾ വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ആ ഒരു സംയോജനം ബോധപൂർവം ചെയ്യുന്നതാണോ, തുടർന്നും അങ്ങനെ തന്നെയാണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് അറിഞ്ഞാൽ കൊള്ളാം. സത്യം പറഞ്ഞാൽ ലളിതല്ലാതെ കുറച്ച് കട്ടിക്കൊക്കെ എഴുതണം എന്ന ആഗ്രഹമില്ലാതല്ല, ഞാൻ ഭാവിയിൽ ശ്രമിക്കും. പക്ഷെ എന്നെ കൊണ്ട് കൂട്ടിയാൽ പറ്റാത്തതുകൊണ്ടാണ് ഇപ്പം എനിക്കറിയണ രീതിയിൽ എഴുതുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് എൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള രീതി, ഞാൻ ഇടപെടുന്ന സ്ഥലങ്ങൾ, ആളുകൾ, അത് വെച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടി എളുപ്പമുണ്ട്. അതുകൊണ്ട് ഇതങ്ങനെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ പാട്ട് നോവൽ എഴുതുമ്പോൾ എനിക്ക് കൂടുതൽ അറിയുന്ന ഒരു വിഷയം എടുക്കാനുള്ളൊരു കാരണം, ഇതിൽ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉണ്ടാവുമോ എന്ന് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. നമ്മൾ പാട്ടായിട്ടാണ് എഴുതുന്നത്, ഒരു കഥ പോലെ വായിക്കാൻ പറ്റുമോ എന്ന്. അപ്പോൾ എനിക്ക് കോൺഫിഡൻസ് ഉള്ള ഒരു കഥ എനിക്കറിയാവുന്ന ചുറ്റുപാടിൽ എഴുതി നോക്കിയ ഒരു ശ്രമമാണ്. അതുകൂടി ഇതിലുണ്ട്. പരമാവധി ലളിതവൽക്കരിക്കാനാണ് ഇതിൽ ശ്രമിച്ചിട്ടുള്ളത്, എല്ലാവർക്കും വായിച്ചു പോകാവുന്ന രീതിയിൽ. കാരണം പാട്ട് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ടീച്ചർ നേരത്തെ വൃത്തം എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച പോലെ ആ ഒരു ബാരിയർ ഇല്ലാതെ ആൾക്കാർക്ക് വായിക്കാൻ പറ്റുന്ന ഒരു ശ്രമമായിട്ടാണ് ഇതങ്ങനെ ലളിതമായിട്ട് ചെയ്തത്. എൻ്റെ പേര് നാരായണ ഭട്ടതിരി. ഞാൻ ചോദ്യമല്ല ചോദിക്കുന്നത്, ഇതിനെപ്പറ്റി എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞാണ്
ആദ്യം അറിഞ്ഞത് ഒരു ഹരിയുടെ ഒരു പാട്ട് നോവൽ ഇറങ്ങിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഹരി നോവൽ എഴുതും എന്ന് എനിക്കൊരു ധാരണയില്ലായിരുന്നു. അപ്പം ഹരി പാട്ട് എഴുതുന്ന ആളായതുകൊണ്ട് സാഹിത്യം എപ്പോഴും വേദനയിൽ നിന്നാണല്ലോ പിറക്കുന്നത്. അപ്പോൾ പാട്ട് എഴുതുന്നതിൻ്റെ നോവുകളാണ് ഇതെന്നാണ് ഞാൻ ധരിച്ചു വെച്ചത്. പിന്നെ പുസ്തകം വായിച്ചപ്പോഴാണ് മനസ്സിലായത് പാട്ട് നോവലാണെന്ന്. താങ്ക് യു. അല്ല, ഭട്ടേരി സാറ് പറഞ്ഞത് ശരിയാ. ഇതൊരു കുറച്ച് എഴുതാൻ തുടങ്ങിയപ്പോൾ നല്ല നോവലായി മാറിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. കാരണം നമുക്ക് ഉദ്ദേശിച്ചൊരു സാധനം ഈ മീറ്ററിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്ത ചില സമയത്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. എന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊരു സ്റ്റണ്ടൊക്കെ എഴുതണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ കണ്ട ഒരടിയാണ്, എൻ്റെ നാട്ടിലെ പൂരത്തിന് ഞാൻ കണ്ട ഒരടിയാണ് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ ഇത് എഴുതാൻ പറ്റാതെ നമ്മൾ ഈ വലത്തെ കൈ കൊണ്ട് എഴുതുന്നവർ ഇടത്തെ കൈ കൊണ്ട് ട്രൈ ചെയ്യുന്ന പോലത്തെ ഒരു ബുദ്ധിമുട്ട് എനിക്കിതിലുണ്ടായിരുന്നു. നമുക്ക് ഗദ്യമായിട്ട് എഴുതാൻ പറ്റൂല അത്. അപ്പോൾ അതൊരു നോവലായിരുന്നു. അതും ശരിയാണ്, നോവലായി എന്ന് പറയുന്നത് കേട്ടതിലും സന്തോഷം. എൻ്റെ പേര് ധനീഷ് അനന്തെന്നാണ്. ഞാനൊരു കുന്നംകുളത്തുകാരനാണ്. അപ്പോൾ എൻ്റെ ഭാര്യ വീടിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ശ്രീരാമേട്ടൻ്റെ വീട്. അപ്പോൾ ഹരിയേട്ട ഒരു ദിവസം അങ്ങോട്ട് പോകുന്നത് കണ്ടു. അപ്പോൾ ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നത് ഈ പാട്ട് നോവൽ വായിച്ച് കേൾപ്പിക്കാനാവും എന്നാണ് ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നത്. പിന്നെ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ച കാര്യം, നമ്മുടെ VK ശ്രീരാമൻ ചേട്ടൻ്റെ പുസ്തകങ്ങളിലൊക്കെ തന്നെ നമ്മുടെ കുന്നംകുളത്തെ പ്രാദേശികപരമായിട്ടുള്ള ചരിത്രങ്ങളും അവിടെയുള്ള മനുഷ്യരുടെ കഥകളൊക്കെ പലപ്പോഴും നമ്മൾ വായിച്ച് കേട്ടിട്ടുണ്ട്. സ്ഥിരം മൂപ്പരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുള്ളതാണ്. അത്തരം എഴുത്തുകളൊക്കെ ഈ ഹരിയേട്ടൻ്റെ ഈ പാട്ട് നോവലിനെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്നറിയാം. തീർച്ചയായിട്ടും ഉണ്ടാവും. ശ്രീരാമേട്ടൻ്റെ സ്വാധീനമൊക്കെ ഉണ്ടാവും, പലതും സ്വാധീനം ഉണ്ടാവും. കാരണം കുന്നംകുളത്ത് കാണുന്ന എല്ലാം നമ്മുടെ കുന്നംകുളത്തുകാരുടെ ഒരു ഭാഷ, കുന്നംകുളത്തുകാരുടെ ഒരു രീതി, നമ്മൾ കണ്ടുവന്ന വഴികളൊക്കെ ഇതിൽ ശ്രീരാമേട്ടൻ്റെ എന്നല്ല, കുന്നംകുളത്ത് സംസാരിക്കുന്ന പലരുടെയും ഭാഷയും രീതിയൊക്കെ ഈ നോവലിൽ സ്വാധീനിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ പ്ലംബർ രാധേട്ടൻ എല്ലാ തരത്തിലുള്ള ഹ്യൂമൺ ഇമോഷനിലൂടെയും കടന്നു പോകുന്ന ഒരാളാണ്. യഥാർത്ഥത്തിലുള്ള രാധേട്ടൻ നമുക്ക് ഒരുപക്ഷെ അയാളെ കാണാൻ പറ്റുന്നുണ്ടാവില്ല, അയാളോട് സംസാരിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അയാൾ ഇതേപോലെ ചില സമയത്ത് ഫിലോസഫിക്കൽ ആവുന്നുണ്ട്. ഇപ്പം അതിൽ ഒരു വരി ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു വരി, സ്വന്തം കളിയിൽ തോറ്റെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി ജയിച്ചു രാധ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കുള്ള രാധേട്ടൻ ഇത്ര ഒരു ഫിലോസഫിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എല്ലാ ഇമോഷനിലൂടെയും കടന്നു പോയിട്ടുള്ള ഒരാളാണോ, അതോ ഹരിയേട്ടൻ്റെ ഒരു ഇമാജിനേഷൻ അതിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ഒരു 50-50 എടുത്താൽ മതി, 50-50. കുറച്ചെൻ്റെ കയ്യിൽ നിന്നിട്ടതാ, എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യണ്ടേ. നമ്മൾ എന്തെങ്കിലും പറയുന്ന സമയത്ത് ഇപ്പോൾ വേണുമാഷിനൊക്കെ പരിചയം ഉണ്ടായിരിക്കും. വേണുമാഷ് പറഞ്ഞു കൊടുത്തൊരു കഥയൊക്കെ കെട്ടമണിയേട്ടൻ്റെ കഥയൊക്കെ ഇതിൽ കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ റഫീഖ് അഹമ്മദ്, VK ശ്രീരാമേട്ടൻ, മാൾട്ടി, അങ്ങനെ പലരും, കുന്നംകുളത്തെ പലരും, അതിൻ്റെ സമീപ പ്രദേശത്തെ ആളുകളൊക്കെ ഇതിലെ കഥാപാത്രങ്ങളായി തന്നെ കടന്നു വരുന്നുണ്ട്. ഈ ഒരു പുസ്തകത്തിൻ്റെ രചനയ്ക്ക് ഒരുപക്ഷെ ജെബ്സൺ ഒക്കെ വളരെ കാര്യമായിട്ടൊക്കെ ഹരിയുടെ സന്തത സഹചാരിയായിട്ടുള്ള ആളാണ്. ഈ വർഷങ്ങൾ അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തി തരാനും കുന്നംകുളത്തിൻ്റെ ഒരു പ്രാദേശിക ചരിത്രം, പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രം, ഇതെല്ലാം കടന്ന് വരുന്ന ഒരു പാട്ട് നോവലാണ്. ഇനി ബാക്കി നിങ്ങൾ വായിച്ച് വിലയിരുത്തുക എന്ന് ഒരിക്കൽ കൂടി എല്ലാ തരത്തിലുള്ള ആശംസകളും ഈ പുസ്തകത്തിന് നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം. ഹരിയേട്ട, ഞാൻ അശ്വിൻ എന്നാണ് പേര്. ഒരു പാട്ടെഴുത്തുകാരനാണ്, കുറച്ച് പാട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം ബേസിക്കലി ഒരു ലിറിസിസ്റ്റിനെ കാണുന്നതിന് തന്നെ നമുക്കതിൻ്റെ കൂടെ ഒരു ഇവിടെ ഒരു ലിറിസിസ്റ്റ് ഇരിക്കുന്നുണ്ട്, ഹരി ഏറ്റുമാനൂർ ഈ സൈഡിൽ ഇരിക്കുന്നുണ്ട്. കഴിഞ്ഞ പരിചയപ്പെടാം. സോ ഞാൻ ചോദിക്കാൻ വന്ന ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം സിനിമയിൽ എഴുതുന്നതും മറ്റ് ഇൻഡിപെൻഡൻറ്റ് ട്രാക്സ് എന്നുണ്ടല്ലോ, ഇൻഡിപെൻഡൻറ്റ് ട്രാക്സ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെങ്ങനെയൊക്കെയാണ് വേർഡിങ് ഉണ്ടാവുമല്ലോ, ചില ഹൂക്ക് ലൈൻസ് ഒക്കെ ചെയ്യുന്നുള്ള ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ സിനിമാറ്റിക് വരുമ്പോൾ അത് ചിത്രീകരണമായി, അതായത് നമ്മുടെ ഈ ട്യൂൺ അനുസരിച്ചിട്ടുള്ളത് ഒരു ബേസിക്കിലേക്ക് വരുന്നതാണോ? അതായത് നമ്മളിപ്പം ട്യൂൺ ചെയ്യൂലേ, മ്യൂസിഷ്യൻ ട്യൂൺ ചെയ്തു, അതിനുശേഷം നിങ്ങൾ എഴുതും, ലിറിക്സിസ്റ്റ് എഴുതും. പിന്നെ പണ്ടൊക്കെ ആണെങ്കിൽ ലിറിക്സിസ്റ്റ് ആദ്യം എഴുതും, പിന്നെ മ്യൂസിഷ്യൻ ട്യൂൺ ചെയ്യും. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ തന്നെ എങ്ങനെയാണ് അതിൻ്റെ ഒരു പുതിയ വേർഡിംഗ് ഒക്കെ ആക്കുമ്പോൾ, ഇപ്പം ലൈലാഗമേ എന്ന് പറഞ്ഞൊരു സോങ്, നിങ്ങൾ ലൈലാഗമേ എന്ന് പറഞ്ഞൊരു വേർഡ് ഭയങ്കര ക്യാച്ചിങ് ആണ് എനിക്ക്.
പലർക്കും ക്യാച്ചിങ് ആണ്, പറഞ്ഞു കേട്ടിട്ടുണ്ട്, പല ഇതിലും കേട്ടിട്ടുണ്ട്. സോ അതൊക്കെ പോലെ ഈ ബേർഡിങ് എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്, അല്ലെങ്കിൽ സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ട്യൂണുണ്ടല്ലോ, പാട്ടിൻ്റെ ട്യൂണ്, അതിനും ഒരു 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 ഫാക്ടർ ഉണ്ടല്ലോ ഏതാ നമ്മൾ ചെയ്യുമ്പോൾ. അപ്പം മ്യൂസീഷ്യനും, ഞാൻ പുസ്തകം റിലേറ്റഡ് അല്ല ചോദിക്കുന്നത്, മ്യൂസീഷ്യനും ഒരു ലിറിസിസ്റ്റും നമ്മൾ നോക്കുന്ന സമയത്ത് അതിനെങ്ങനെയൊക്കെയാണ് പാട്ടിലേക്ക് വരുമ്പോൾ എഴുതാനുള്ള ഒരു രീതി എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് ബേർഡിങ്ങിൻ്റെ. സാർ ചോദിച്ച ചോദ്യം മനസ്സിലായി. നമ്മളെ ഒരു പട്ടി കടിക്കാൻ ഓടി എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു മതിലെടുത്ത് ചാടും. വെറുതെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ആ മതിലെടുത്ത് ചാടി കാണിക്കാൻ പറ്റൂല. അതാണ് അവസ്ഥ. ഇത് പലപ്പോഴും ചെയ്യുന്നത് അവസ്ഥകളാണ്. ചില സമയത്ത് ട്യൂണിന് എഴുതേണ്ടി വരും, നമ്മൾ വരി കൊടുത്തിട്ടായിരിക്കും, ചിലപ്പോൾ വിഷ്വൽ മൊത്തം തന്നിട്ടായിരിക്കും. ഒരു ആത്യന്തികമായിട്ടൊരു കാര്യം എന്ന് പറയുന്നത് പാട്ടെഴുത്ത് ഈ സിനിമയിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു ആർട്ട് എന്നതിനപ്പുറം അപ്ലിക്കേഷൻ ഓഫ് ആർട്ടാണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഡയറക്ടർ പറയുന്നതിനനുസരിച്ച് ഇപ്പം നമ്മളെ നോക്കാൻ ഒരാളുണ്ടായിരിക്കും എന്നർത്ഥം. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളതാണ് നമ്മളവിടെ കൊടുക്കുന്നത്. അവിടെ ഒരു തൊഴിലാളി കൂടിയാണ് ലിറിസിസ്റ്റ് എന്ന് പറയുന്നത്, സംഗീത സംവിധായകനാണെങ്കിലും. അപ്പോൾ ഇതിനോടൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് അത് വരുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. നമസ്കാരം, എൻ്റെ പേര് അഭിജിത്ത് എന്നാണ്. ഞാൻ BEd ചെയ്യുകയാണ് KMCT കോളേജിൽ. പാട്ടുകളൊക്കെ ചെറുതായിട്ട് എഴുതാറുണ്ട്. ചേട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആക്ച്വലി ചേട്ടൻ്റെ പാട്ടുകളും എല്ലാം തന്നെ കേട്ട് എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരാളാണ്. എനിക്ക് ചേട്ടനോട് ചോദിക്കണമെന്ന് വെച്ചാൽ, ഒരു സംഗീത സംവിധായകൻ ചേട്ടൻ എങ്ങനെയാണ് ഒരു പാട്ട് പറഞ്ഞു തരിക? ചേട്ടൻ്റെ എത്രത്തോളമാണ് ഒരു സംഗീത സംവിധായകൻ എഴുത്തുകാരിലേക്ക് അദ്ദേഹത്തിന് വേണ്ട ആശയം പറഞ്ഞു തരുന്നത് എന്നറിഞ്ഞാൽ ഞാൻ എഴുത്ത് ചെയ്യുന്നൊരാക്കുന്ന രീതിയിൽ കുറച്ച് ഉപകാരപ്പെടും, അങ്ങനത്തെ ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ. ഈ ചോദ്യം ഒറ്റ ഉത്തരത്തിൽ എനിക്ക് പറയാൻ പറ്റൂല. പക്ഷെ ഇപ്പം ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഇപ്പം നമ്മൾ പറയും, ഇപ്പോൾ ഈ ട്യൂണാണ് എനിക്ക് ജീവാംശമായി എന്ന് പറയുന്ന ഒരു വാക്ക്, ആ പാട്ട് എഴുതുന്ന ട്യൂണാണ് കൈലാസ് മേനോൻ തന്നത്. ആ കൈലാസ് മേനോൻ്റെ ആ ട്യൂണ് കേട്ടിട്ടാണ് എനിക്ക് ജീവാംശം എന്ന വാക്ക് പറഞ്ഞത്. ഒരു പക്ഷേ ആ സിറ്റുവേഷൻ എനിക്ക് തന്നെ എഴുതാൻ തരികയാണെങ്കിൽ ഒരിക്കലും ഞാൻ ജീവാംശം എന്ന വാക്ക് എഴുതില്ല. അത് ആ ട്യൂൺ എനിക്ക് തന്നതാണ്. ഇപ്പം ഇവിടെ ഇദ്ദേഹം ചോദിച്ച ലൈലാഗമേ എന്ന് പറയുന്ന പാട്ടും അങ്ങനെ തന്നെയാണ്. അപ്പം അതിൽ സംഗീതമൊക്കെ ഒരു ഘടകമാണ്. അപ്പോൾ ഈ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ട്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇപ്പോൾ ഓരോ മ്യൂസിക് ഡയറക്ടറും ഓരോ ലിറിസിസ്റ്റും ആവുമ്പോൾ അത് ഓരോ രീതിയിലാണ്. എൻഡ് ഓഫ് ദ ഡേ ഔസേപ്പച്ചൻ സാറ് പറഞ്ഞൊരു വാക്കേ ഇതിൽ പറയാനുള്ളൂ. അവസാനം പാട്ട് വരുമ്പോൾ ഇത് ട്യൂണാണോ വരിയാണോ ആദ്യം ഉണ്ടായത് എന്ന് മനസ്സിലാവാതിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ബ്രില്യൻസ്. അത്രയും ഒരു ഇൻറ്ററാക്ഷൻ നടന്നു കഴിയുക എന്നുള്ളതാണ്. അടുത്തതായി അക്ഷരം വേദിയിൽ പുസ്തക പ്രകാശനമാണ്. മദനേട്ടൻ ഇതിൻ്റെ ഒരു യാത്രയുമായിട്ട് ഉടനീളം കൂടെ ഉണ്ടായിരുന്ന ഒരാളും കൂടിയാണല്ലോ. ഞാൻ ഒരു ചോദ്യം ചോദിക്കണമെന്നുണ്ടായിരുന്നു എനിക്ക് മദനേട്ടനോട്. കാരണം ഹരി ഇതിലെ നായകൻ്റെ ഒക്കെ രൂപം വർണ്ണിച്ചിട്ടുണ്ട് നായികയുടെ. അപ്പം അതൊരു ചിത്രകാരൻ്റെ ഭാവനയെ തടസ്സപ്പെടുത്തുന്നതാണോ? ഈ വർണ്ണന അമിതമായതുകൊണ്ട് തന്നെ ഒരു ചിത്രം വരച്ച് വെച്ച പോലെ പാട്ടിൽ പലയിടത്തും ഈ രാധാകൃഷ്ണനെയും ചന്ദ്രികേനെയും ഒക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അത് ചിത്രകാരൻ എന്നുള്ള രീതിയിൽ ഭാവനയെ തടസ്സപ്പെടുത്തിയിട്ടുണ്ടോ? ഈ താജ്മഹൽ, കുന്നംകുളം താജ്മഹൽ കിട്ടിയ സമയത്ത് എനിക്കത് ഇദ്ദേഹം ആവശ്യപ്പെട്ടത് മദനേട്ട ഒരു 5-6 ചിത്രം കിട്ടിയാൽ തരക്കേടില്ല എന്ന് പറഞ്ഞതാണ്. പക്ഷെ ഞാനിത് വായിച്ചു നോക്കുമ്പോൾ വരച്ചാലും മതി വരാത്ത അത്ര അനുഭവങ്ങൾ എൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ആ പ്രദേശം, ഭാഷ, എല്ലാം കൊണ്ടും പുതിയ വാക്കുകൾ ഞാൻ പലതും കുറിച്ച് ഞാൻ ഈ പുസ്തകം വായിക്കുന്ന ഓരോ പേജും ഒരുപാട് തവണ വായിച്ച് ഒരുപാട് സന്ദർഭങ്ങൾ വരച്ച് വെച്ചിട്ടുണ്ട്. ഞാനത് സത്യം പറഞ്ഞാൽ ഒരു 75ഓളം ചിത്രങ്ങൾ വരക്കണം എന്ന് വിചാരിച്ചതാണ്. അതിന് സമയം കിട്ടിയില്ല. ഈ കഥാപാത്രത്തെ വരക്കാൻ എനിക്ക് പല ഭാവങ്ങളും ഞാൻ KT മുഹമ്മദിൻ്റെ കൂടെ 84 മുതൽ KT മുഹമ്മദ് മരിക്കുന്നത് വരെ ഞാൻ അദ്ദേഹത്തെ ഒപ്പം നടന്നതാണ്. അപ്പോൾ അദ്ദേഹം സംവിധാനം ചെയ്യുന്നതും
അദ്ദേഹം നാടകം എഴുതുന്നതിന് മുമ്പേ വീട്ടിൻ്റെ മുറ്റത്തെ കൂടി ഈ മനസ്സിലിങ്ങനെ പുകഞ്ഞുകൊണ്ട് നടക്കുന്നതും അത് എങ്ങനെ അവതരിപ്പിക്കണം എന്നുള്ള ഓരോ സ്റ്റെപ്പും വെച്ച് നടക്കുന്നതൊക്കെ ഞാൻ അനുഭവിച്ച് കണ്ടതാണ്. അപ്പോൾ ഈ കഥാപാത്രം വന്നത് എനിക്ക് വലിയ ആവേശമാണ് തന്നത്. ശരിക്കും ആ കഥാപാത്രത്തിൻ്റെ ആ ഉയരവും ശക്തിയും സൗന്ദര്യവും ഒരു ഗ്രാമപ്രദേശത്തുള്ള ഒരു വീരാളി എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളത്. ഒരു നാടൻ പെൺകുട്ടി, അവർ തമ്മിലുള്ള നാടൻ പ്രേമം, അതിൻ്റെ ഒരു വാശി, ഉസിര്, ശബ്ദം, ഇതൊക്കെ ആ നാട്ടിൻ്റെ അപൂർവമായ, നമ്മൾ വടക്കൻ കേരളത്തിൽ കണ്ണൂർ ജില്ലയിലൊന്നും ഇല്ലാത്ത ചില വാക്കുകൾ ഞാൻ വളരെ സൂക്ഷ്മതയോടുകൂടി 2-3 പ്രാവശ്യം നോക്കിയിട്ടുണ്ട്. എന്താണ് ആ ഭാഷ അങ്ങനെ? അപ്പോൾ ആ കുന്നംകുളം ഭാഗത്തുള്ള ഭാഷയാണത്. വളരെ സൂക്ഷ്മമായി ഞാനിത് വരച്ച് പ്രസിദ്ധീകരിച്ചതിന് ശേഷമോ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പോ ഇത് മലയാളികൾ എക്കാലത്തും വായിച്ച് രസിക്കേണ്ട ഒരു പുസ്തകമാണ് ഇരിക്കും എന്ന് എനിക്ക് അനുഭവം കൊണ്ട് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ പുസ്തകം ഉള്ളിൽ കണ്ടിട്ടില്ല. ഞാൻ ഇന്നാണ് ഹരിനാരായണനെ നേരിട്ട് കാണുന്നത്. ഈ നിമിഷത്തിൽ നിഷാന്തിൻ്റെ പാട്ട് പലതവണ ഞാൻ കേട്ടിട്ടുണ്ട്. ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. ഒരുപാട് കാലം ഈ ചെറിയ പുസ്തകം നമ്മുടെ മലയാളികളിൽ വലിയ ആഹ്ലാദത്തോടു കൂടി കൊണ്ടു നടക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.